സാക്ഷാൽ യമൻ എന്ന മരണത്തെ പോലും ഓവർ പവർ ചെയ്യുന്ന, യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന, മായ തന്നെ സത്യമായി മാറുന്ന വിലക്കപ്പെട്ട സ്വപ്നം. മനുഷ്യർക്ക് മരണം കേവലം യാഥാർത്ഥ്യമാണെങ്കിൽ ഉച്ചിഹ വംശത്തിലുള്ളവർക്ക് അത് മാറ്റിയെഴുതുന്ന ഒരു നുണ മാത്രമാണ്. അതെ, വിധി പോലും അതിൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങിയെടുക്കുന്ന കണ്ണിൻ്റെ ആ ഒരു അജ്ഞാത ശക്തി. ഇത് അന്ധതയിൽ വില നൽകപ്പെട്ട ദൈവത്തിൻ്റെ തന്ത്രം തന്നെയാണ്. ദേവന്മാർക്ക് പോലും യാഥാർത്ഥ്യത്തെ തിരുത്തി എഴുതുവാൻ സാധിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഉച്ചിഹ വംശത്തിലുള്ളവർ അതിനെ ശ്രമിക്കുവാൻ ധൈര്യപ്പെടുന്നു. അത്തരമൊരു ജുത്സുവാണിത്. അഹങ്കാരത്തിൽ നിന്ന് ജനിച്ചാൽ ത്യാഗത്താൽ മുദ്രയിട്ട ഒരു ഒന്നൊന്നര ജുത്സു. വിധി മരണം പ്രാപിക്കുമ്പോൾ ആ കണ്ണ് വിധിയെ വെല്ലുവിളിക്കുന്നു. ഒരൊറ്റ നോട്ടം കൊണ്ട് അവസാനങ്ങളെ മായ്ച്ചു കളയുകയും പുതിയ തുടക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന, യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റി എഴുതുന്ന വിലക്കപ്പെട്ട ഗെഞ്ചുത്സുവായ ഇസാനഗി. ഓക്കെ ഫൈൻ, ഇസാനഗി അല്ലെങ്കിൽ ദ ഫോർബിഡൻ ഐ ദാറ്റ് ബെൻഡ്സ് റിയാലിറ്റി എന്ന് തന്നെ പറയാം. റിയാലിറ്റിനെ പോലും വളയ്ക്കുവാൻ തെത്തുന്ന ആ ഒരു ഡൊജിറ്റ്സു ഐ ജുത്സുവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. അതെ, ആദ്യം തന്നെ അതിൻ്റെ മിത്തോളജിക്കൽ റൂട്ട്സും ക്രിയേഷനും എന്താണെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് നാറൂട്ടോ വേൾഡിൽ ഇതിനെ ഏത് നേച്ചർ ഓഫ് ജുത്സു ആണെന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് ഇസാനഗി എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, പിന്നെ ആരൊക്കെ ഇത് മെയിൻലി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ കൗണ്ടേഴ്സും വീക്ക്നെസ്സും എന്തൊക്കെയാണ്, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോബാക്സ് ഉണ്ടോ, ഇതെന്താണ് നാറൂട്ടോ വേൾഡിൽ സിംബോളിസം ചെയ്യുന്നത്, ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ മിത്തോളജിക്കൽ റൂട്ട്സ് ആൻഡ് ക്രിയേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഒറിജിൻ, ആ ഒരു പേര് ഇസാനഗി എന്ന് പറയുന്ന ആ ഒരു പേര് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇസാനഗി നോ മിക്കോട്ടോ എന്ന് പറയുന്ന ഒരു ഷിൻഡോ റിലീജിയനിലുള്ള ദേവന്റെ പേരിലാണ്. ഇദ്ദേഹം അണ്ടർവേൾഡിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി റിയാലിറ്റിനെ തന്നെ തിരുത്തി എഴുതി. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ പേരായിട്ടുള്ള ഇസാനഗി നോ മിക്കോട്ടോയിൽ നിന്ന് ഇസാനഗി എന്ന് പറയുന്ന പേര് തന്നെ രൂപാന്തരപ്പെട്ടത്. ഇനി ഇത് നാറൂട്ടോയുടെ വേർഷനിൽ കൊണ്ടുവരുമ്പം സെയിം സാധനം തന്നെ. അവിടെ ഷിൻഡോ റിലീജിയൻ്റെ അതേ കാര്യങ്ങളാണ് ഇവിടെയും മിറർ ചെയ്യുന്നത്. ഇസാനഗി ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു റിയാലിറ്റീനെ മാറ്റി എഴുതുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു മരണത്തെ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സഫറിങ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ഇല്യൂഷൻ ആയിരുന്നു എന്ന് തന്നെ എഴുതിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റീനെ മാറ്റി അവരുടെ ഒരു ഇല്യൂഷൻ്റെ ഒക്കെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയല്ലേ, ആ ഒരു സെറ്റപ്പ്. ആകെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇല്യൂഷൻ അല്ല, അവർക്കിഷ്ടമുള്ള റിയാലിറ്റി സത്യത്തെ മാറ്റി അല്ലെ വിധിയെ വളച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനെ നാറൂട്ടോ വേൾഡിൽ ക്രിയേറ്റ് ചെയ്തത് സെയ്ജ് ഓഫ് സിക്സ് പാത്ത് അല്ലെങ്കിൽ ഹാഗറോമോ ഓട്സുസുക്കിയാണ്. അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ പ്യൂറസ്റ്റ് ഫോമിൽ ഇസാനഗി യൂസ് ചെയ്തിട്ടുള്ളതും. അദ്ദേഹം ഇത് യൂസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും, പിന്നെ 10 ടൈൽസിൻ്റെ ചക്ര 9 ഡിഫറെൻറ്റ് ടൈൽഡ് ബീസ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്യാൻ നേരത്തൊക്കെയാണ് അദ്ദേഹം മെയിൻലി ഈ ജുത്സു ഉപയോഗിച്ചത്. കാലാന്തരങ്ങളിൽ ഉച്ചിഹ വംശത്തിനുള്ളവരുടെ കറപ്ഷൻ നിമിത്തം ഈ ഒരു ഡിവൈൻ എബിലിറ്റി അവരുടെ ഒരു ബാറ്റിൽ ഫീൽഡ് വെപ്പൺ തന്നെ ആക്കിയവർ മാറ്റി. ഇനി നമുക്ക് ഈ നേച്ചർ ഓഫ് ദി ജുത്സു നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഡൊജിറ്റ്സു ഗെഞ്ചുത്സുവിനായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഗെഞ്ചുത്സുവിനെ പോലെ ബാക്കിയുള്ള ആരിലേക്ക് കാസ്റ്റ് ചെയ്യല്ല, റിയാലിറ്റീനെ തന്നെയാണ് ഇത് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് പിന്നെ ഒരു കിൻജുത്സു രീതിയിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോർബിഡൻ ടെക്നിക്ക്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഉച്ചിഹ ക്ലാനിലുള്ളവരുടെ ഇടയിൽ പോലും ഇത് ബാനാണ് ഇതിൻ്റെ മിസ്യൂസ് കാരണം. ഇനി ഇസാനഗി എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ആക്ടിവേഷൻ. അതിന് ഒരു ഷരിങ്കൻ ഐ നിങ്ങൾക്ക് വേണ്ടണം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡൊജിറ്റ്സു ടെക്നിക്കാണ്, ഒരു ജുത്സു ആണെങ്കിൽ കൂടി. സോ ഇതിന് വേണ്ടി വരുന്ന കണ്ണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷരിങ്കനാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഷരിങ്കൻ ഐ വേണം. ആ കണ്ണിൻ്റെ ഗെഞ്ചിറ്റ്സു പവറിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥ എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ സ്റ്റേജ് 2 സത്യം പറഞ്ഞാൽ എക്സ്ട്രീംലി ഷോർട്ടാണ്, ടിപ്പിക്കലി ഫ്യൂ സെക്കൻഡ്സ് എന്ന് തന്നെ പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് എന്ന് പറഞ്ഞല്ലോ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് എക്സെപ്ഷണൽ ആയിട്ടുള്ള യൂസർ വേണം. നാറൂട്ടോ എൻ്റയർ സീരീസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബീറ്റോ ഉച്ചിഹ ഹാഷിറാമ സെൽസ് ഉള്ളതുകൊണ്ട് മാത്രം ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. സോ ആദ്യം അത് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഡ്യൂറേഷനുള്ള ടൈം കുറച്ച് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും വൂണ്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും വലിയ രീതിയിൽ നമ്മുടെ ഡെത്ത് ലൈക്ക് സിറ്റുവേഷൻ വന്നുണ്ടോ അതെല്ലാം ഇല്യൂഷനാവും. അതായത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാവും. നമ്മുടെ സർവൈവൽ ഒന്നും പറ്റാതെ, അതായത് നമുക്ക് എന്താണ് ആവശ്യം അത്തരമൊരു റിയാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും.
ബട്ട് അതൊരു ഇല്യൂഷൻ ആയിരിക്കേയില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കഴുത്തി വെച്ചിരുന്ന് കുത്തിയെന്ന് വെച്ചോ, നമ്മൾ ഡൈ ചെയ്യുന്നതിന് പകരം ആ ഒരു കത്തിക്കുത്ത് ഉണ്ടായിട്ടില്ലാത്ത പോലത്തെ ഒരു നെവർ ഹാപ്പൻഡ് റിയാലിറ്റിയിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവേഷൻ തൊട്ട് എഫക്റ്റ് വരെ ഉണ്ടാകുന്ന 3 സ്റ്റേജുകൾ. ഇസാനഗിയുടെ മെയിൻ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, 1, റിയാലിറ്റി റിയറൈറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഏത് ഡിഫീറ്റിനെ വേണമെങ്കിലും അത് ഇല്യൂഷനാക്കി മാറ്റിയിട്ട് വിക്ടറിനെ സത്യമാക്കിയെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ടെമ്പററി ആയിട്ടുള്ള ഇമ്മോർട്ടാലിറ്റിയാണ്. അതായത് യൂസർക്ക് മരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ എപ്പോഴും അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. എന്നിട്ട് റിയാലിറ്റി മാറ്റി ചെയ്യുമ്പോൾ ഇവർക്ക് ഇമ്മോർട്ടൽ എന്ന് പറയുന്നൊരു പവർ കൂടെ ഗെയിൻ ചെയ്യുമല്ലേ. സോ ഒരു ടെമ്പററി ഇമ്മോർട്ടാലിറ്റിയും ഈ ഒരു പവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ബാറ്റിൽ ഫീൽഡ് ട്രിക്കറിയാണ്. അതെ, ഫേക്ക് ഡെത്ത് ചെയ്ത് ആൾക്കാരെ എനിമീസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിമി എത്ര വലിയ റിസ്കി മൂവ്സ് എടുത്താലും നമുക്ക് അത് ചലിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിൽ, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു എനർജി നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഏറ്റവും വലിയ അറ്റാക്ക് പോലും നമുക്ക് വെറും ധൂളിക്ക് സമമായിരിക്കും. ഇനി നമുക്ക് ഇസാനഗിയുടെ നോൺ യൂസേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. 1, ഹോഗറോമോ ഔട്ട്സുക്കി, സേജ് ഓഫ് 6 പാത്ത്, ദ ഒറിജിനേറ്റർ എന്ന് തന്നെ പറയാം. ആദ്യം ഇസാനഗി ക്രിയേഷന് വേണ്ടി ഉപയോഗിച്ചു, റിയാലിറ്റിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു, ലാൻഡ്സ്കേപ്പ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു, 10 ടൈൽസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഇദ്ദേഹം ഈ ഒരു ഇസാനഗിനെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഡിവൈൻ എന്നാണ്, നോട്ട് കറപ്റ്റ് ഓർ ബ്ലൈൻഡ്നെസ്. രണ്ടാമത്തേത് ഉച്ചിഹ ക്ലാനിലാണ്. വാറിംഗ് സ്റ്റേറ്റ്സ് എറ എന്ന് പറയുന്ന ആ ഒരു സമയത്തിൽ ഇഷ്ടം പോലെ ഉച്ചിഹാസ് ഇസാനഗി യൂസ് ചെയ്തിട്ടുണ്ട്, വാറിൻ്റെ ക്ലാൻ വാർസിൻ്റെ ഇടയ്ക്കും സെഞ്ചുവിനെതിരെ. ഇതുകൊണ്ട് തന്നെയാണ് ഉച്ചിഹ ക്ലാനിനെ വിർച്വലി അൺകില്ലബിൾ ഇൻ കോമ്പാക്ട് എന്ന് പറയുന്ന ആ ഒരു പട്ടപ്പേര് ലഭ്യമാകുവാൻ സാധിച്ചത്. പിന്നെ ഇവർ തന്നെ ഇത് കുറയ്ക്കുവാൻ കാരണം ബാങ്കിക്ക് ഷെറിംഗം പോലെ തന്നെ ഇത് ഓവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡ്നെസ്, മാസ്സായിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. ഹോഗറോമ ഔട്ട്സുച്ചിക്ക് മാത്രമേ ഉള്ളൂ ഇസാനഗി ഉപയോഗിച്ചിട്ട് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നതിൻ്റെ ഒരു നേരിയ പോലും ഒരു കാഴ്ചക്കുറവ് അനുഭവപ്പെടാത്ത ഒരാൾ. ബാക്കി എല്ലാ ഉച്ചിഹാസും എല്ലാവരും തന്നെ മാസ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ EMS വേണം, അല്ല എറ്റേണൽ മാങ്കിക്ക് ഷെറിങ്ങിന് ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ് വേണം. ഇതിനെ തുടർന്നും കൂടിയാണ് ക്ലാൻ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇസാനഗിനെ ഒരു ഫോർബിഡൻ ജുത്സു ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ക്ലാനിൻ്റെ ഉള്ളിൽ തന്നെ. അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഡാൻസോ ഷീമുറയാണ്. ഉച്ചിഹയല്ല, പക്ഷേ 10ൽ പരം ഷറിംഗൺ ഉച്ചിഹ മസ്കാരയ്ക്ക് ശേഷം അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആമിലേക്ക് ഒറോച്ചിമാരുടെ ഹെൽപ്പും നമ്മുടെ ഹാഷറാമ സെൽസും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഷറിംഗണും ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇസാനഗി സീക്വൻഷ്യലി യൂസ് ചെയ്യുമായിരുന്നു. അതായത് സാസ്കയ്ക്കെതിരെയുള്ള ഫൈറ്റിലാണ് ഇസാനഗി സീക്വൻഷ്യലി അവൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവൻച്വലി കില്ലാകപ്പെട്ടു. നറുട്ടോ ഡേറ്റ ബുക്കിൽ ഡാൻസോ ഇതിന് കാരണമാക്കി പറയുന്നത് ഐ കൗണ്ട് റാൻ ഔട്ട് ആയെന്നാണ്. അതായത് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഹാഷറാമ സെൽസിന് ഒരു പരിധി വരെയില്ലേ, അതിൻ്റെ അപ്പുറം പോയതുകൊണ്ടാണ് ഡാൻസോയ്ക്ക് സാധിക്കുവാൻ പറ്റാഞ്ഞെന്നും പറയുന്നുണ്ട്. അടുത്തയാളും ഒബിറ്റോ ഉച്ചിഹയാണ്. യെസ്, ഇസാനഗി മാസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് ഹാഷറാമ സെൽസ് കൊണ്ട് എൻഹാൻസ് ചെയ്യപ്പെട്ട ഒബിറ്റോ ഉച്ചിഹ മാത്രമാണ്. അതെ, കൊനാനായിട്ടുള്ള ഫൈറ്റിൽ 600 ബില്യൺ പേപ്പർ ബോംസിനെ അദ്ദേഹം വെറും ഇതാക്കി മാറ്റിയത് ഈ പറഞ്ഞ ഇസാനഗി ഉപയോഗിച്ച് തന്നെയാണ്. അവിടെ തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത് 5 മിനിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇസാനഗി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ഒബിറ്റോയ്ക്ക്. അപ്പോൾ അതൊരു ഉച്ചിഹയ്ക്ക് ഇതുവരെ പറ്റാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹമാണ് ഇത്രയും ടൈം അത് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് അദ്ദേഹത്തിൻ്റെ വേർഷൻ മാത്രമോ നമുക്കിതിൻ്റെ ഫുൾ ടെറിഫൈങ് പൊട്ടൻഷ്യൽ ഇത്രയെങ്കിലും രീതിയിൽ കാണിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ഇസാനഗിയുടെ മെയിൻ ആയിട്ടുള്ള കൗണ്ടേഴ്സ് ആൻഡ് വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ടൈം ലിമിറ്റ് ആണ്. അതെ, ഇമ്മോർട്ടൽ ആകുവാൻ കുറച്ച് സമയത്തേക്ക് മാത്രമേ പറ്റുള്ളൂ, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുവാനും പറ്റില്ല. രണ്ടാമത്തെ ഐ ലിമിറ്റ് ആണ്. അതെ, ബ്ലൈൻഡ് ആകാനുള്ള ചാൻസ് എന്നല്ല 100% ഉറപ്പ് തന്നെയാണ്. പിന്നെ നോളജ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ഇസാനഗി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്ന ഒരാൾക്ക് അതിനെ എക്സിസ്റ്റ് ചെയ്തിട്ട് അതിനെ തിരിച്ചടിക്കാനോ എന്തെങ്കിലും കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ അത്രയും ജുത്സു ക്രിയേറ്റ് ചെയ്യാനോ പറ്റും. അല്ലാത്തൊരാൾക്കാണ് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സെറ്റപ്പായിട്ട് തോന്നുന്നത്. അടുത്ത കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇസാനമിയാണ്. അതെ, ഇതിൻ്റെ തന്നെ ഒരു കൗണ്ടർ ടെക്നിക്കായിട്ട് ഉച്ചിഹ തന്നെ കണ്ടുപിടിച്ചതാണ് ഇസാനബി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസാനഗി ആയിട്ടുള്ള അബ്യൂസർക്ക് അവരെ തന്നെ ഒരു ലൂപ്പിലിടും. അതായത് അവരെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന വരെ അവരെ ആ ലൂപ്പിലിട്ടിട്ട് അവരെ ആ ഒരു എൻലെസ് സൈക്കിൾ ഓഫ് ഡിനയലിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു തരം ടെക്നിക്കാണ് ഇസാനബി. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കൗണ്ടേഴ്സ് ആൻഡ് വീക്ക്നെസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ഫൈനലി നാറൂട്ടോ വേൾഡിൽ ഇതിൻ്റെ സിംബോളിസവും റൂൾസും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉച്ചിഹ ഇസാനഗി റിയാലിറ്റീനെ റിജക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രാസ്റ്റ് ആണ്, ഐഡിയൽസിന് കോൺട്രാസ്റ്റ് ആണ്.
അതായത് നാറൂട്ടോ എന്ന് പറയുന്ന സീരീസിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള നാറൂട്ടോ തന്നെ എംബോഡിഫൈ ചെയ്യുന്നത് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാനാണ്. എത്ര പെയിൻഫുൾ ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ പ്ലോട്ട് നമുക്കറിയാലോ. ആ ഒരു ലെഗസി രീതിയിൽ പറയുകയാണെങ്കിൽ ഡാൻസോയുടെ ഡെത്ത് ഇസാനഗിനെയും സാസ്കയ്ക്കും ആ ഒരു ട്രൂത്ത് റിവീലേഷൻ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഒബീറ്റോയുടെ ഇമ്പാക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ. കൊനാനുമായിട്ടുള്ള ഫൈറ്റിൻ്റെ എതിരെ കാണിച്ചിട്ട് തന്നിട്ടുണ്ട് ഇസാനഗിയുടെ ഫുൾ പൊട്ടൻഷ്യൽ. ആൻഡ് ഫൈനലി നമ്മുടെ ഉച്ചിഹാസിൻ്റെ ഡൗൺഫോൾ ആയിട്ടും ഇതിൻ്റെ ലെഗസീനെ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതിൻ്റെ കറപ്ഷൻ തന്നെയാണല്ലോ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചിഹാസിൻ്റെ ഡൗൺഫോളിലും. എപ്പോഴും പവറിനെ വിധിയുടെ മണ്ടയിൽ കയറ്റി അല്ലെങ്കിൽ വിധിയെ തുളച്ചു കയറുന്ന ശക്തി അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുവാൻ തുടങ്ങി. ഏതൊക്കെ പ്രോസസ്സിലൂടെ പോയാലും അവർക്ക് പവർ മതി എന്നുള്ളൊരു സെറ്റപ്പ് വരെ എത്തി. സോ ഇത്രയൊക്കെയാണ് മെയിൻലി നമുക്ക് ഇസാനഗിയെ പറ്റി പറയാനുള്ളത്. ഓഫ് കോഴ്സ് എനിക്കറിയാം ഇസാനഗിയെ പറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് അധികം പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ഫ്യൂ വേർഡ്സേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. സോ ഇതിൽ കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഇസാനഗിയെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. നാറൂട്ടോ വീഡിയോയിലെ അല്ലെങ്കിൽ നാറൂട്ടോ യൂണിവേഴ്സിലെ പുതിയൊരു ജുത്സു എക്സ്പ്ലനേഷൻ, ഡൊജുത്സു എക്സ്പ്ലനേഷൻ, ക്ലാൻ എക്സ്പ്ലനേഷൻ, ക്യാരക്ടർ എംപ്രവൈസേഷൻ എല്ലാമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റോ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. told you long